അപ്പൊ കുറെ ആൾക്കാര് വന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് വിവാഹം എന്തുകൊണ്ട് ഇങ്ങനെ വൈകി വൈകി പോകുന്നത്. അപ്പൊ ചിലവർക്ക് വിവാഹമേ കിട്ടാതെ കുറെ നീണ്ടു പോകും. ചിലർക്ക് 40 വയസ്സാവാം, ചിലപ്പോ 45 വയസ്സാവാം, ഇങ്ങനെയൊക്കെ കാണാം. ഇപ്പൊ നമ്മുടെ വിവാഹ സങ്കല്പത്തിലും പ്രശ്നവശാലും ഒക്കെ പറയുന്നത് ഗ്രഹനില എടുക്കുമ്പോ അതിന്റെ ഇപ്പൊ ചന്ദ്രാലും ഒരു ആണിന്റെ ജാതകമാണെങ്കിൽ ചന്ദ്രാലും ശുക്രാലും ലഗ്നാലും നോക്കുമെന്നാണ് പറയുക. അപ്പൊ ലഗ്നാല് 7-ാം ഭാവവും ചന്ദ്രാല് 7-ാം ഭാവവും ശുക്രാല് 7-ാം ഭാവവും. അപ്പൊ ഇതില് ഇപ്പൊ ഏത് ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴും ഇപ്പൊ ലഗ്നാല് 7-ാം ഭാവത്തില് കേതുവാണ് വന്നത്. അതും ശനിക്ഷേത്രത്തിലാണൊക്കെ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിവാഹത്തെ വൈകിപ്പിക്കുന്നു എന്ന് പറയും. അതുപോലെ ശനിയാണ് നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ദോഷത്തെയാണ് നമ്മൾ കണക്കാക്കുന്നത്. 7-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോ നമുക്ക് കുറെ അലഞ്ഞിട്ടാണ് അത് ഇത്തിരി ഒരു പ്രായാധിക്യം വന്നൊരു സ്ത്രീ ആയിരിക്കും കല്യാണം കഴിക്കാൻ പറ്റുക എന്നൊക്കെയാണ് ഗ്രഹനില നമുക്കത് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ഇത് കണ്ടുവരുന്നൊന്നുമില്ല, എല്ലാ ജാതകക്കാർക്കും ഇത് കണ്ടുവരുന്നില്ല. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ 7-ാം ഭാവത്തിൽ ശനിയാണെങ്കിലും ഇതിലെ അംശകങ്ങള് മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ ഇത്ര ഡിഗ്രി എന്നുണ്ടാവും. ഇപ്പൊ ഇത്ര ഡിഗ്രിയിൽ കഴിഞ്ഞാൽ അത് 8-ലേക്കാണ് അതിന്റെ കൂടുതൽ ചായ്വ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചില ഗ്രഹനിലയിൽ 7-ൽ ശനി നിന്നാലും പെട്ടെന്ന് വിവാഹം നടന്ന കുട്ടികളൊക്കെ ആയിരിക്കുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സംഭവം കേതു നിൽക്കുമ്പോഴും രാഹു നിൽക്കുമ്പോഴൊക്കെ വിവാഹത്തെ വൈകിപ്പിക്കുന്നുണ്ട്. അത് ഓരോ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ, അത് ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ വൈകിപ്പിക്കുന്നത്. അപ്പൊ ശനിക്ക് എന്ന് പറഞ്ഞാൽ ധാർമ്മികതയാണല്ലോ. അപ്പൊ ശനി അങ്ങനെ നടക്കുള്ളൂ. വിവാഹം വേണം എന്നൊരു ചിന്തയോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും എന്തൊരു ധർമ്മം ഉണ്ടോ ആ ധർമ്മത്തെ കൂടുതൽ പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്.